ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന വാക്കുകളാണ് ദ ഹിന്ദു ദിനപത്രത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായി പുറത്തുവന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പിന്നീട് തിരുത്തലുകളും വിശദീകരണങ്ങളും ഉണ്ടായെങ്കിലും അത് സമൂഹത്തെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞെന്ന് വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി പദം പോലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തരുതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വേദനയുള്ള ഒരു പരാമർശമാണ് ഹിന്ദു ഇൻ്റർവ്യൂയിലൂടെ പുറത്തു വന്നത്. നമ്മുടെ നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള സൗഹാർദ്ദ അന്തരീക്ഷത്തിനെ തകർക്കുന്നതിന് വേണ്ടി എരിതീയിൽ എണ്ണയൊഴിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ PR ഏജൻസി മുഖാന്തരം കൊടുക്കുക എന്ന് പറയുന്നു, പിന്നീട് ഇത് നിഷേധിക്കുന്നു. ഇതിലൊന്നുമല്ല നമ്മുടെ താല്പര്യം മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ചോദിച്ചു. 24 മണിക്കൂർ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. 30-ാം തീയതി രാവിലെ ഇൻ്റർവ്യൂ വന്നു, 1-ാം തീയതി ഉച്ചക്കാണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. ആ 1.5 ദിവസക്കാലം CPM-ൻ്റെ മുഴുവൻ പ്രവർത്തകരും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും ചാനൽ ചർച്ചകൾ ഇതിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇൻ്റർവ്യൂ തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ ആ നിമിഷത്തിലല്ലേ ഡിലേ ചെയ്യേണ്ടത്. പിന്നീട് രാജ്യത്തെ എല്ലാ ആളുകളും മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിൻ്റെ ഒരു സങ്കടാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നിഷേധക്കുറിപ്പുമായിട്ട് ഞങ്ങളല്ല കൊടുത്തത്, അത് കൊടുത്തതല്ല വന്നത് എന്നൊക്കെ പറയുന്നത്. ഈ 1.5 ദിവസക്കാലം എന്തായിരുന്നു? അപ്പോഴേക്ക് നടത്തേണ്ട ഡാമേജ് നടത്തി കഴിഞ്ഞാൽ ഒരു ജില്ലയെ കോർണർ ചെയ്യുന്ന രീതിയിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ സംബന്ധിച്ച് വിശദീകരിച്ചത്. അത്തരം വാക്കുകൾ തൻ്റേതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പ്രസ്താവനയെ തള്ളിപ്പറയാൻ വളരെ വൈകിയെന്നും അപ്പോഴേക്കും പ്രസ്താവന സമൂഹത്തിൽ ഡാമേജ് സൃഷ്ടിച്ചെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ പോരാട്ടം 900 ദിവസങ്ങൾ പിന്നിട്ടു. സമര പോരാളികളുടെ ഒത്തുചേരലും കഴിഞ്ഞ ദിവസം നടത്തി. സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ വീടും കൂടും ഉപേക്ഷിച്ച് വഴിയാധാരമാകേണ്ടി വരുന്ന 10,000ങ്ങളുടെ കണ്ണീരിൻ്റെ വിലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുറത്തു കടക്കാൻ കഴിയാത്ത വിധം ഊരാക്കുടുക്കിൽപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി അഭിപ്രായപ്പെട്ടു. കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ ചങ്ങനാശ്ശേരി മാടപ്പള്ളി സത്യഗ്രഹ പന്തലിൽ പോരാളികളുടെ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് എം പുതുശ്ശേരി. ഈ സാധാരണക്കാരന്റെ കണ്ണീരിന്റെ ഫലമാണ് പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ശാപവാക്കെന്നൊന്നും പറയുന്നില്ല. കാരണം ശാപമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കണ്ണീര് മതി. കണ്ണീര് പിന്നെ എന്താ നൊന്ത് ഉണ്ടാവുന്ന കണ്ണീരിന് അതിൻ്റെ വിലയുണ്ട്. അതിൻ്റെ ഫലം അനുഭവിക്കാതെ അതിന് കാരണക്കാരായ ആളുകൾ ആരും ഒഴിഞ്ഞു പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇതുപോലെ ഒരു പ്രതിസന്ധി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. എന്തെല്ലാമാ പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല. ഇത് ഭരണത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട പരിഹാസനായ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ സ്വയം രൂപപ്പെടുന്നെങ്കിൽ ആ രൂപപ്പെടുന്നതിന്റെ കാരണം സ്വന്തം ചെയ്തിയാണ്. ആ ചെയ്തിയിലെ പ്രധാനപ്പെട്ട കാരണം സിൽവർ ലൈനു വേണ്ടി നടത്തുന്ന നിർബന്ധ ബുദ്ധിയാണ്. കേന്ദ്ര അനുമതിയോ ശാസ്ത്രീയ പഠനങ്ങളോ ഒന്നും ഇതേവരെയും നടത്താതെ കേരളത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുന്ന പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ സർക്കാർ ദുർവാശി കാട്ടുകയാണെന്ന് പുതുശ്ശേരി ആരോപിച്ചു. ഒന്നുമാകാത്ത പദ്ധതിയുടെ പേരിൽ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാരണം വായ്പയെടുക്കാനോ ഭൂമി വിൽക്കാനോ കഴിയാതെ കെണിയിൽപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഭൂ ഉടമകൾക്ക് മോചനം നൽകാനായിട്ടില്ല. നോട്ടിഫിക്കേഷൻ റദ്ദാക്കാനും ഭൂ ഉടമകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനുമുള്ള സാമാന്യ മര്യാദയെങ്കിലും സർക്കാർ കാണിക്കണമെന്ന് ജോസഫ് പുതുശ്ശേരി ആവശ്യപ്പെട്ടു. യോഗത്തിൽ സമരസമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടഞ്ചിറ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന രക്ഷാധികാരി കെ ശൈവപ്രസാദ്, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗങ്ങളായ കുഞ്ഞുകോശി പോൾ, VJ ലാലി, സമരസമിതി രക്ഷാധികാരി മിനി കെ ഫിലിപ്പ്, തോമസ് കെ മാറാട്ടുകളം, റോസ്ലിൻ ഫിലിപ്പ്, സൈന തോമസ്, മേരിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. INTUC ക്ഷീര കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് പെൻഷൻ ഭവനിൽ നടത്തി. മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ മിൽമയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ രാമചന്ദ്രൻ, മൂന്ന സാറ് ഉൾപ്പെടെ ക്ഷീര കർഷക സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, ക്ഷീര കർഷക കോൺഗ്രസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറ്റിയെടുക്കുന്ന ഞങ്ങളനുബന്ധിച്ചാണ്
ഇന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഇനിയും ധാരാളം പ്രതിനിധികൾ വന്നു ചേരേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10-ന് ചേർന്ന സമ്മേളനത്തിൽ ക്ഷീര കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC രാജൻ അധ്യക്ഷനായിരുന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ജില്ലാ ചെയർമാൻ ആയാപറമ്പ് രാമചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി തൊടിയൂർ വിജയൻ, INTUC ജില്ലാ പ്രസിഡന്റ് G ബൈജു, സെക്രട്ടറി അശോകൻ, കൃഷ്ണകുമാര വാര്യർ എന്നിവർ സംസാരിച്ചു. KPSTA കോട്ടയം ജില്ലാ വനിതാ കൺവെൻഷൻ ചങ്ങനാശ്ശേരിയിൽ നടത്തി. സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. AICC അംഗം ബിന്ദു കൃഷ്ണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടു. ജോലി ചെയ്യുക, ഇനി സൂര്യന് താഴെയുള്ള എന്ത് കാര്യം വന്നാലും എന്താ പറയുക, അധ്യാപകരുടെ തലയിലോട്ടൊക്കെ വെച്ചു കൊടുക്കും. പിന്നെ കുറെ ക്ലസ്റ്റർ പ്ലസ് ഏതൊക്കെ രീതിയിൽ ഉപദ്രവം, പേപ്പർ നോക്കുന്ന കാര്യത്തിൽ പോലും പേപ്പർ നോക്കുന്നതിന് പലപ്പോഴും സർക്കാരുകൾക്കെതിരായി ശക്തമായ ജനവികാരം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടാകും, നയപരിപാടികൾ എതിർപ്പുണ്ടാകും. പക്ഷേ അടിമുടി അഴിമതി മുങ്ങി. യോഗത്തിൽ ജില്ലാ വനിതാ ഫോറം ചെയർപേഴ്സൺ വിനയ ജോസഫ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ റോസമ്മ ഫിലിപ്പ് ക്ലാസ് നയിച്ചു. KPCC സെക്രട്ടറി സുധാ കുര്യൻ, KPSTA സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി, ജില്ലാ പ്രസിഡന്റ് R രാജേഷ്, സെക്രട്ടറി മനോജ് V പോൾ, ട്രഷറർ ടോമി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് മേലധ്യക്ഷനും 5ാമത് മെത്രോപൊലീത്തയുമായി നിയമിതനായ മാർ തോമസ് തറയിലിന്റെ സ്ഥാനാരോഹണം ഒക്ടോബർ 31-ന് നടക്കും. ചങ്ങനാശ്ശേരി മെത്രോപൊലീത്തൻ പള്ളിയിലാണ് ചടങ്ങുകളെന്ന് അതിരൂപത പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31-ന് രാവിലെ 9-ന് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ ആരംഭിക്കുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. അന്നേ ദിവസം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയുടെ ചിട്ടയായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾക്കും രൂപം നൽകിയിട്ടുണ്ടെന്ന് സഭാ അധികാരികൾ അറിയിച്ചു. 9ാമത്തെ മെത്രാനും ചങ്ങനാശ്ശേരിയിലൂടെ 9ാമത്തെ മെത്രാനും 5ാമത്തെ മെത്രാപ്പൊലീത്തയുമായിട്ടാണ് അഭിമന്യ തറയിൽ പിതാവ് സ്ഥാനം ഏറ്റെടുക്കുക. നമ്മുടെ ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികളെല്ലാം ക്രമീകരിച്ചു. ഇന്ന് നമ്മളുടെ പന്തലിന്റെ കാൽനാട്ടുകർമ്മം മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്വാഗത സംഘ ഓഫീസ് അതിരൂപതാ ഭവനത്തിൽ തുറക്കപ്പെട്ടു. അതിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കപ്പെട്ടു. ഇനിയും അങ്ങോട്ടുള്ള ക്രമീകരണങ്ങളും മറ്റു പ്രവർത്തനങ്ങളും സജീവം ആകണം. ആ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രധാന കാർമ്മികത്വത്തിലായിരിക്കും സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുക. അതുപോലെ വത്തിക്കാൻ നുൻഷ്യോയുടെ സാന്നിധ്യം കർമ്മത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുമുള്ള ആർച്ച് ബിഷപ്പ് സന്നിഹിതനായിരിക്കും. പിന്നെ നമ്മുടെ സഭയിലെ വിവിധ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പിതാക്കന്മാരും കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുടെയും സാന്നിധ്യമുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിംഗർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, അതിരൂപത PRO അഡ്വക്കേറ്റ് ജോജി ചിറയിൽ, ജനറൽ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ തോമസ് കർഗക്കളം, മീഡിയ കമ്മിറ്റി കൺവീനർ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാവാലം മംഗലം മാണിക്യമംഗലം പാടശേഖരത്തിൽ നിന്നും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയിലേക്ക്. പുഞ്ചകൃഷിക്കായി വെള്ളം വറ്റിവരുമ്പോൾ ഇവിടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. യഥാസമയം മീൻ പിടിക്കാൻ കഴിയാതെ വരുന്നതാണ് ഇതിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മത്സ്യങ്ങൾ പിടിക്കരുത് എന്ന് ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതർ പറയുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കാരണം കണ്ടേക്കാം. കൃഷിക്കായി പാടശേഖരങ്ങളിലെ വെള്ളം മോട്ടോർ വെച്ച് വറ്റിക്കുമ്പോൾ മോട്ടോർ മുഖത്ത് മടവല വെച്ച് മീൻ പിടിക്കുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടെ മീൻ മൊത്തമായി പിടിക്കപ്പെടും എന്ന കാരണത്താൽ അതിപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം വെള്ളം വറ്റി വരുമ്പോൾ പാടശേഖരത്തിൽ നിന്നും പല വിധത്തിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ചിരുന്നു. ഇപ്പോൾ അധികൃതർ അതിനും സമ്മതിക്കാതെ വരികയാണെന്ന് അംഗീകൃത മത്സ്യത്തൊഴിലാളിയായ മംഗളൻ പറയുന്നു. കുട്ടനാട് താലൂക്കിൽ കാവാലം പഞ്ചായത്തിൽ 13-ാം വാർഡിൽ മംഗലം മാണിക്യമംഗലം പാടശേഖരത്തിലെ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച ഇപ്പം ഞാൻ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പാടത്തിന് 1000 ഏക്കർ നിലമാണ്. 100 കണക്കിന് കുടുംബങ്ങൾ മീൻ പിടിച്ച് ഈ പാടം പറ്റി വരുമ്പം ഈ മീൻ പിടിച്ച് കഴിയുന്ന കോമരത്തുനിന്ന് വരുന്നു, കുട്ടമംഗലത്തുനിന്ന് വരുന്നു, പല നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് മീൻ പിടിച്ച് കഴിയുന്നതാണ്. പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങളെ ഞാൻ ഇട്ട് തന്നല്ലോ. ഇപ്പം മീൻപിടുത്തക്കാർ കായലേറിയയിലോട്ട് വരുന്നേ ഇല്ല. എല്ലാ പാടശേഖരങ്ങളിലും മീൻ ചത്തുപോങ്ങും. കൊഞ്ചും കരിമീനും പിന്നെ സിലോപ്പിയ
വാള ഇങ്ങനെയുള്ള മീനുകൾ മുഴുവൻ ചത്തു പൊങ്ങുക. പൊങ്ങെന്ന് പറഞ്ഞാൽ ഇറങ്ങി പിടിക്കാനായിട്ടൊരു നിർവാഹമില്ല. വന്നു കഴിഞ്ഞാൽ ഇവർ സ്പീഡ് ബോട്ടിലാണ് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് മിന്നായം പോലെ വന്നിട്ട് പിടിച്ചിട്ട് പിഴ ഈടാക്കി. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ തന്നെ ഈ ആറ്റിൽ മീൻ ചത്ത് എന്ന് കാണിച്ചു തരും. ചത്ത് കിടക്കുന്നത് കാണാം. ആറ്റിൽ ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലാണ് ഈ മീൻ ചത്ത് പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പെട്ടെന്നൊരു ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഒപ്പിച്ചതാണ്. ട്രാക്ടറും ഡ്രില്ലറും ഒക്കെ പാടശേഖരത്തിൽ ഉപയോഗിക്കുമ്പോൾ പുളി ഇളകി മീൻ ചത്തുപൊങ്ങുകയാണെന്ന് ദൃശ്യങ്ങൾ വരെ അയച്ചു തന്ന് മംഗളൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുതും വലുതുമായ മത്സ്യങ്ങളാണ് ഇങ്ങനെ ചത്തുപൊങ്ങുന്നത്. വെള്ളം കൂടുതൽ വറ്റിക്കഴിയുമ്പോൾ മത്സ്യങ്ങൾ വെയിലേറ്റ് ചാകുമെന്നും മംഗളൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ മത്സ്യങ്ങൾ ആർക്കുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇത്തരത്തിൽ മീൻ ചത്തുപൊങ്ങുന്നത് മൂലം കുടിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം ഇവിടെ മലിനമാകുന്ന സ്ഥിതിയും സംജാതമാവുകയാണ്. മത്സ്യങ്ങളുടെ പ്രജനനം സംബന്ധിച്ചാണ് ഇത്തരം ഇടപെടലുകൾ എങ്കിൽ കടലിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് പോലെ ഉൾനാടൻ മേഖലയിലും കുറച്ചുനാൾ മത്സ്യബന്ധനം നിരോധിച്ചാലും ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നഭിപ്രായപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും ഏറെയാണ്. ഇനിയൊരു ഇടവേള. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കലാ കല്യാണം. വാർത്തകൾ തുടരുന്നു. താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ആവശ്യമുയരുന്നു. താറാവ് കൃഷി സംബന്ധിച്ച നിരോധനങ്ങൾക്കും നിബന്ധനകൾക്കും വ്യക്തതയില്ലെന്ന് ഒരു വിഭാഗം കർഷക പ്രതിനിധികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2024 ഈ ഡിസംബർ മാസം വരെ ഒരു താറാവിനെയും വളർത്താൻ പാടില്ല. കോഴിയെ തന്നെ സംസ്കരിച്ച കോഴികളെ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാവുള്ളൂ എന്ന് സർക്കാരിൻ്റെ ഓർഡർ നിലവിലുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഓർഡർ നിലവിലുള്ള അതിനെ ധിക്കരിച്ചുകൊണ്ട് ഇവർ എല്ലാ ദിവസവും രായും പാതിരായും ഇല്ലാതെ താറാവുകളെ ഇറക്കുകയും കോഴി കാട മുഴുവൻ സാധനങ്ങളെ മുഴുവൻ വിപണിയിൽ ഇവരെത്തിക്കുന്നു. ഇത് തുടർച്ചയായിട്ട് ഇവരിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ താറാവുകൾ കിടക്കുന്ന പല സ്ഥലങ്ങളിലും ജില്ലയുടെ പല ഭാഗത്തും താറാവുകളുണ്ട്. ഇവരിപ്പോൾ ഈ അനധികൃതമായിട്ട് സർക്കാർ നിരോധിച്ചതിന് ശേഷം വളർത്തിക്കൊണ്ടുവന്ന താറാവുകൾക്ക് അസുഖമുണ്ട്. ഈ അസുഖം രഹസ്യമായി അവർ മൂടി വച്ചിരിക്കുകയാണ് അസുഖം. അപ്പോഴതങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുക ചെയ്താൽ ഈ ഡിസംബർ മാസം എന്നുള്ളതിൻ്റെ വിലക്ക് അടുത്ത ഒരു ഡിസംബറിലേക്കോ അടുത്ത മാർച്ചിലേക്കോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും തൊഴിൽ ചെയ്യാൻ മേലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാനായിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം. ഉണ്ടാക്കിയെടുത്ത ഈ കർശനമായി ഈ നിയമം കർശനമാക്കുകയും ജില്ലയിൽ പൂർണ്ണമായിട്ടും കിടക്കുന്ന മുട്ടത്താറാവുകളെ സംരക്ഷിക്കാനായിട്ട് സർക്കാർ ഓർഡർ തന്നിട്ടുണ്ട്. ആ മുട്ടത്താറാവുകളെ സംരക്ഷിക്കുന്ന മറവിലാണ് ഇപ്പോൾ ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് അടിയന്തരമായിട്ട് ഒരു തീരുമാനം അതിനുണ്ടാക്കി തരണം. എല്ലാ കർഷകർക്കും തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പൂർണ്ണമായും ഇല്ലാതാക്കാൻ 2024 ഡിസംബർ മാസം വരെ പുതിയതായി താറാവുകളെയും കോഴികളെയും വളർത്തുവാൻ പാടില്ല എന്ന സർക്കാർ ഓർഡർ വരികയും ഹാർച്ചറി അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ജില്ലയിലെ ഏതാനും ചില കർഷകർ താറാവ് കുഞ്ഞുങ്ങളെ വളർത്തി വരുന്നുണ്ട്. അന്യ സംസ്ഥാനത്തു നിന്നും ആയിരക്കണക്കിന് താറാവുകളും കോഴികളും ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്നുമുണ്ട്. കുറേയേറെ കർഷകരായിട്ട് താറാവുകളെയും കോഴികളെയും വളർത്താതെ തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട സ്ഥിതിയിലുമാണ്. ചുരുക്കത്തിൽ താറാവ് കൃഷി സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങളോ നിബന്ധനകളോ ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഒരു വിഭാഗം കർഷകരുടെ ആരോപണം. അതുകൊണ്ട് താറാവ് കൃഷി സംബന്ധിച്ച നിയമങ്ങളും നിബന്ധനകളും എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുവാൻ തക്കവിധം അധികൃതർ പ്രവർത്തിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ PR സലിംകുമാർ, ബെൻസി തുരുത്തയിൽ, ജോർജ്, ബിജു തോമസ്, ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. തെങ്ങണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തത്തുമസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 9ാമത് കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും നടത്തി. മാനേജിംഗ് ട്രസ്റ്റി ഗിരീഷ് കോനാട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ഓരോ ദിവസവും അവർക്ക് സന്തോഷകരമായ, അഭിമാനകരമായ, സംതൃപ്തമായ കുടുംബജീവിതവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ നയിക്കുന്നവരാണ്. വളരെ സന്തോഷമുണ്ട്. ശ്രീ ഗിരിജനസ്വാമി, രാധാകൃഷ്ണൻ സ്വാമി, ഗോപന്റെയും ഒക്കെ നേതൃത്വത്തിൽ 2ാമത് ഭവന പദ്ധതിയിൽ നമ്മൾ രൂപം കൊടുത്ത് അത് പ്രവർത്തനം അതിന്റെ പദ്ധതി നിലനിർത്തിയിരിക്കുകയാണ്. തെങ്ങണ കോനാട്ട് റെസിഡൻസിയിൽ ചേർന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധിയായ സാമൂഹ്യക്ഷേമ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു.
ഫസ്റ്റ് പറയാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അതിനുശേഷം വന്ന കോവിഡ് കാലത്ത് നമുക്കറിയാം വളരെയധികം പ്രശ്നത്തിൽ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ നേരിട്ടു. കോവിഡ് കാലത്ത് ശരിക്കും പറഞ്ഞാൽ രോഗം പകരുന്നത് കൊണ്ട് തന്നെ ആളുകളെ അവിടെ ചെന്നവരെ കാണാനോ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനോ ഒന്നും കഴിയാതെ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഭക്ഷണവും മരുന്നും വസ്ത്രവും എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ഈ ട്രസ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, സർക്കാർ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ ആളുകൾ മരിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. യോഗത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി MD ഷാലി, ട്രഷറർ റിജി കാക്കാപ്പറമ്പ്, വൈസ് പ്രസിഡന്റുമാരായ KK സുരേഷ് കുമാർ, സുജാത ഷിബു, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് വാകത്താനം, TD രമേശൻ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനത്തിൽ ഉൾക്കൊണ്ട് ഗുരുധർമ്മത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധതയുള്ള സുമനസ്സുകളായ വ്യാപാരികൾ, വ്യവസായികൾ, പ്രവാസികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ജോലിയിൽ നിന്ന് വിരമിച്ചവർ എന്നിവരുൾപ്പെട്ട 34 അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റ്. 2016 ഡിസംബർ 18-ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ പത്നി പ്രീതി നടേശനും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയായിരുന്നു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ആലപ്പുഴ കയർഫെഡ് ആസ്ഥാനത്തിന് മുൻവശത്തായി വായനാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കേരള കയർ വർക്കേഴ്സ് സെന്റർ പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ സ്മാരകമായിട്ടായിരുന്നു വായനാ കേന്ദ്രത്തിന്റെ നിർമ്മാണം. കയർഫെഡ് ആസ്ഥാനത്തിന് മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന വെയിറ്റിംഗ് ഷെഡ് നവീകരിച്ച് നിർമ്മിച്ച ആനത്തലവട്ടം ആനന്ദൻ സ്മാരക വായനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. നോർത്ത് പോലീസ് സ്റ്റേഷൻ മുതൽ വെള്ളാപ്പള്ളി പാലം വരെയുള്ള തോടിന്റെ കര കയർഭൂ വസ്ത്രം വിരിച്ച് സ്ഥാപിച്ച ബൊട്ടാണിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ഇതേ ചടങ്ങിൽ മുൻ MLAയും കയർഫെഡ് ചെയർമാനുമായ TK ദേവകുമാർ നിർവഹിച്ചു. വയനാട് ദുരന്ത സ്മാരകം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ കയർ വികസന ഡയറക്ടർ ആനി ജൂല തോമസ് ശില്പികളെ ആദരിച്ചു. കയർഫെഡ് ജീവനക്കാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ നിർവഹിച്ചു. കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ADCD മാനേജിംഗ് ഡയറക്ടർ TO ഗംഗാധരൻ, കയർഫെഡ് ജനറൽ മാനേജർ V ബിജു എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരിയിൽ അഖില കേരള പ്രൊഫഷണൽ വടംവലി മത്സരത്തിന് കളമൊരുങ്ങുന്നു. സർഗക്ഷേത്ര സ്പോർട്സ് ആൻഡ് വെൽനസ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ. ഈ മാസം 13-ന് സർഗക്ഷേത്ര അങ്കണത്തിൽ മത്സരങ്ങൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13-ന് വൈകുന്നേരം 5-ന് ചങ്ങനാശ്ശേരി DYSP AK വിശ്വനാഥൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 1 മുതൽ 16 വരെയുള്ള സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. 1ാം സ്ഥാനം നേടുന്ന ടീമിന് 20,000 രൂപയാണ് സമ്മാനം. ഇത്തരമൊരു മത്സരം ചങ്ങനാശ്ശേരിയിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. പുതിയ ഒരു പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സർഗക്ഷേത്ര ആരംഭിച്ച ചങ്ങനാശ്ശേരി മാലത്തിന് ശേഷം സർഗക്ഷേത്ര അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പ്രോഗ്രാമാണ് ചങ്ങനാശ്ശേരി വടംവലി. സൗവർണിക ചങ്ങനാശ്ശേരി വടംവലി അഖില കേരള വടംവലി മത്സരങ്ങളും ഈ മാസം 13-ാം തീയതി സർഗക്ഷേത്രയിൽ വെച്ച് നടത്തുകയാണ്. മാരത്തൺ നടത്തിയതുപോലെ തന്നെ ഇതും ചങ്ങനാശ്ശേരിക്ക് പുതിയ ഒരു കാൽവെപ്പിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ ചങ്ങനാശ്ശേരിയിൽ പ്രൊഫഷണൽ വടംവലി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ വടംവലി നടത്താനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ ടീം അംഗങ്ങൾക്കും തന്നെ മിക്കവർക്കും തന്നെ സമ്മാനം കിട്ടത്തക്ക രീതിയിലാണ് അതിൻ്റെ സമ്മാന ഘടന നിശ്ചയിച്ചിരിക്കുന്നത്. 1ാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് പാലാത്ര പ്രദേശ് സ്പോൺസർ ചെയ്യുന്ന 20,000 രൂപയും, ആർക്കേഡിയ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന 2ാം സമ്മാനം 15,000 രൂപയും,
ട്രാവൻകൂർ ഗ്ലാസ് വേൾഡ് സ്പോൺസർ ചെയ്യുന്ന 3-ാം സമ്മാനം 12,000 രൂപയും സമുദ്ര റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്യുന്ന 4-ാം സമ്മാനം 10,000 രൂപയും തുടർന്ന് 5 മുതൽ 8 വരെയുള്ള സ്ഥാനക്കാർക്ക് നമ്മൾ 5,000 രൂപ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കുളം CMI, സ്പോർട്സ് ആൻഡ് വെൽനസ് ഫോറം ചെയർമാൻ സിബിച്ചൻ തരകൻ, ഷിബു മാത്യു ബാലാത്ര, ടോമിച്ചൻ അർക്കാഡിയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7,080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.